പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും ലീഗിന്റെ മന്ത്രിമാരുടെ തീരുമാനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആഷ്മി തുടരാം. അപ്പോൾ എസ് കെ ഇപ്പോൾ മൊത്തം 5 മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നാളെയും ഞങ്ങൾ ചർച്ച തുടരുന്നു പറഞ്ഞപ്പോൾ അവിടെ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. ഡോക്ടർ മുനീറിന്റെ കാര്യത്തിലൊന്നും ആയില്ലെന്നു. അത് ഭരണപരിഷ്കാരം അദ്ദേഹത്തിനും ചികിത്സയ്ക്കും ഒക്കെ സൗകര്യമായിട്ടൊരു സ്ഥലം ഉറപ്പിച്ചു ലീഗിന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഒരു പദവി ഉണ്ടാകുമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം എസ് കെ. അത് എസ് കെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഹൈക്കമാൻഡിന് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. കാര്യം എസ് കെ പ്രവർത്തക സമിതിയിലെ കേരളത്തിലുള്ള ഏറ്റവും മുതിർന്ന ഏറ്റവും ടോപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രി റേസിലുണ്ടായിരുന്ന കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയർ നേതാവാണ്. പ്രവർത്തക സമിതിയിലെ ഏറ്റവും സീനിയർ നേതാവാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന വകുപ്പ് കൊടുക്കൂ എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡിൽ ഉണ്ടായിരുന്നു. എന്തായാലും ആ പദവിയിലേക്ക് അദ്ദേഹം വരുന്നു. അപ്പോൾ എന്തായാലും അത് കൊടുക്കുന്നു. അത് എന്തുകൊണ്ടും അർഹനായ ആൾ തന്നെയാണ് രമേശ് ചെന്നിത്തല. ബാക്കി 2 മന്ത്രിമാരുടെ കാര്യം ഈ പറഞ്ഞ സമുദായ സമവാക്യങ്ങളുടെ കാര്യത്തിലൊക്കെ അതെങ്ങനെ സാധ്യമാകുമെന്ന കാര്യം അവർ നോക്കി ചെയ്യട്ടെ. എന്തായാലും അതിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. എസ് കെ ഇവിടെ മുഖ്യമന്ത്രി ഒരാളും ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെ ഹോം വിജിലൻസ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്താൽ സാധാരണയാണെങ്കിൽ കൂടിയും അങ്ങനെ അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സി എച്ച് മുഖ്യമന്ത്രി, കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്. ഉണ്ട്, അതുണ്ടായിട്ടുണ്ട്. കരുണാകരൻ, വി എസ് കോടിയേരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതങ്ങനെ വളരെ സജീവമായി നടക്കുന്നു. എസ് കെ അതേസമയം തന്നെ ആഭ്യന്തര വകുപ്പ് രമേശ് കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ ധനകാര്യം വി ഡി സി ഏറ്റെടുക്കുന്നുണ്ട്. ആ മേഖലയിൽ വി ഡിക്ക് പ്രത്യേകമായ ഒരു സേ ഉണ്ട്. പ്രത്യേകമായി അദ്ദേഹത്തിന് ക്രൈസ് ഉള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എസ് കെ ഈ ഇലക്ഷന് 6 മാസം മുമ്പ് നടന്ന ഷാരിഖ് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ അതിശക്ത പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രദ്ധ നേടി ഒരുപാട് മില്യൺ വ്യൂസ് ഉണ്ടാക്കിയ ഒരു പോഡ്കാസ്റ്റാണ്. ഞാൻ ഇന്നലെ ഒന്നുകൂടെ കേട്ടു നോക്കായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ് തദ്ദേശത്തിന് മുമ്പ് നടത്തിയതാണ്. അന്ന് ഞാൻ ഒന്ന് കേട്ടതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ടാക്സേഷനെ പറ്റി എങ്ങനെയാണ് സംസ്ഥാനത്തിനകത്ത് വിഭവ സമാഹരണം നടത്തുന്നതിനെ പറ്റി വളരെ ആധികാരികമായി വളരെ ഒരു വീക്ഷണത്തോടെ വിഷ്ണുവോട് കൂടി വി ഡി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ധനകാര്യമേലെ കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പോൾ അതിൽ വി ഡി സതീശന് പ്രത്യേക കാര്യം ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നു. എസ് കെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. ആ വകുപ്പ് ഈ പിണറായി സർക്കാരിനെ ഇത്രമാത്രം അൺപോപ്പുലർ ആക്കിയത് അല്ലെങ്കിൽ LDFനെ ഈ 35 സീറ്റിലേക്ക് ഒതുക്കാൻ കാരണപ്പെട്ട 2 വകുപ്പുകളൊന്ന് ആഭ്യന്തരമാണ്. രണ്ടാമത്തെ വകുപ്പ് എല്ലാവർക്കും അറിയാം, ഞാൻ എടുത്തു പറയുന്നില്ല. അത് ഈ പാവങ്ങളെ ചോദിക്കാനും പറയാൻ ആരുമില്ലാത്തവരെ കൊണ്ടുപോയി കൂമ്പിലിടിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. PVN ഉന്നയിച്ച് സ്വർണ്ണക്കടത്തിലെ ഈ പറഞ്ഞ പോലീസ് പങ്കിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ, RS ബന്ധങ്ങളുടെ വിമർശനങ്ങൾ, അജിത് കുമാറിനെ പറ്റിയുള്ള വിമർശനങ്ങൾ, അയാളെ ചേർത്ത് പിടിക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കങ്ങൾ, ഈ പറയുന്ന RS സ്വാധീനം, നാനി രാജ അടക്കം പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ ആ സർക്കാർ അൺപോപ്പുലർ ആക്കിയതിൽ അങ്ങേയറ്റം ഈ ആഭ്യന്തര വകുപ്പ് ഒരു പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് വകുപ്പാണ്. അതെന്താണ് അത് നല്ല കമാൻഡോടുകൂടി നോക്കി നടത്തി അവരെ നേരെയാക്കി എടുത്താൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൊള്ളാം, വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് കൊള്ളാം, കേരളത്തിന് കൊള്ളാം. ഓക്കെ, താങ്ക് യു ആഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.